ഇത് പറഞ്ഞു, ഇത് ക്യൂ മറ്റേതോ ചാനൽ വെബ് പോർട്ടലിൽ ഇതിട്ടു. സംവിധായകൻ കരഞ്ഞു എന്ന സൗണ്ട്. അപ്പം അതിന് താഴത്തെ കമന്റ്, അതെന്താണ് സംവിധായകന്റെ കാലിലാരും കയറി ചവിട്ടിയ. അപ്പൊ അങ്ങനത്തെ അതെ, കമന്റ് സെഷൻ അങ്ങനെ പലതും വരാം. ഏറ്റവും കൂടുതൽ ഹ്യൂമർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് സെഷനിലാണ്. ഹ്യൂമർ അല്ലാത്ത കാര്യങ്ങളും സകല പരിപാടികളും ഹെയ്റ്റും. കമന്റ് സെഷനിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഈ ലോകത്ത് എത്രയൊക്കെ പെർസ്പെക്റ്റീവുകളുണ്ടോ അതെല്ലാം നമുക്ക് കിട്ടും. എന്ത് കിട്ടുള്ളൂ ചോദിച്ചാൽ നമ്മള് ഹെയ്റ്റിനെ നമ്മള് ഉറപ്പായിട്ടും ഹെയ്റ്റ് ഉണ്ട്, അത് മോശമാണെന്ന് പറയും. പക്ഷെ ഹ്യൂമർ ഒരു രക്ഷയില്ലേ പറ്റൂ. ഒറ്റ വരിയില് 3 വാക്കിലൊക്കെ ചിലപ്പോ ഒരു ഹ്യൂമറൊക്കെ ഉണ്ടാക്കിയിട്ട്. അത് ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ. ഇവിടെ ഭയങ്കര മീശ ഉള്ള ഒരെണ്ണം നിന്നിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. മറ്റേ ഇങ്ങനെ കരിങ്കാളി കണ്ടു കട്ട മീശ. ഞാനാണെങ്കിൽ വെറുതെ എങ്കിലും ചിരിച്ചത് കണ്ടിട്ട് കമന്റ് സെഷൻ എടുത്തപ്പോഴത്തേക്ക് ആദ്യത്തെ കമന്റ്, കസ്കസ് ഇട്ടൊരു സോഡാ സർബത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഓലപ്പുരയ്ക്ക് സീരിയലായിട്ട് ഇട്ടോലെ ഇരിക്കുമോ. എവനൊക്കെ ഇത് എവിടെ നിന്ന് ഇമാജിൻ ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ആലോചിക്കേ, കസ്കസ് ഇട്ടിട്ട് ഒരു സോഡാനങ്ങളും കുടിച്ചാൽ ഓലപ്പുരയ്ക്ക് സീരിയലായിട്ട്. ഇത് ചിന്തിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല, പെട്ടെന്ന് മനസ്സിൽ വരണം. അത് ഭയങ്കര വിഷ്വൽ സെൻസ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഹ്യൂമർ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഈ ഹ്യൂമർ എൻജോയ് ചെയ്യണമെങ്കിൽ ഓലപ്പുരയ്ക്ക് സീരിയലായിട്ട് ഇട്ട് നമ്മുടെ ഒരു വിഷ്വൽ നമ്മുടെ തലയിൽ പോകുമ്പോഴേ നമുക്ക് ഈ ഹ്യൂമർ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വിഷ്വൽ സെൻസ് ഉള്ള ആൾക്കാരാണ് ഇത് എഴുതുന്നത്. ആ വിഷ്വൽ സെൻസ് ഉള്ള ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണ്ടാവും. ഇടയ്ക്ക് പിന്നെ വേറൊരു ഇത്തരം റീലുകളാണ് ഭയങ്കര അടിപൊളി കമന്റ്സ്. ഞാൻ ഇതിന്റെ കമന്റ്സ് വായിക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഞാനും ബേസിലും കൂടിയിട്ടൊക്കെ ഇരുന്നിട്ട് കമന്റ്സ് വായിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ആചാരം പോലെയാണ്. അതായത് കമന്റ്സ് വായിച്ചിരിക്കും. പലതരം പോസ്റ്റുകൾക്ക് പലതരം കമന്റുകൾ നമുക്കറിയാം. നമ്മൾ മുൻകൂട്ടി പറയും ഇങ്ങനത്തെ കമന്റ് ഉണ്ടാവും കേട്ടോ, കണ്ടോട്ടോ, അതുകൊണ്ട് നമ്മളിരുന്ന് വായിക്കാം. അപ്പോൾ ഈ ഹെയ്റ്റ് കമന്റുകൾ ആണെങ്കിൽ പോലും നമ്മള് വെറുതെ വൈകുന്നേരം പണിയൊന്നും ഇല്ലാതെ ഇരുന്നിട്ട് ഞാനും ബേസിലും കൂടി ഇരിക്കുകയാണെങ്കിൽ ഈ ഹെയ്റ്റ് കമന്റ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു മരിക്കും. ഈ ഹെയ്റ്റ് കമന്റ് ഇട്ടവരുടെ പ്രൊഫൈലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചിരിക്കാനുള്ള. അപ്പൊ അങ്ങനെയാണ് നമ്മളത് എൻജോയ് ചെയ്യുക. ഇത് പറഞ്ഞപ്പോൾ ഒരു കമന്റോട് ഓർമ്മ വന്നേട്ടാ. ഒരു പയ്യനുണ്ട്, അവൻ പിന്നെ ആനയൊക്കെ കൊണ്ട് മറ്റേ ഭയങ്കര മുടിയൊക്കെ ജട പിടിച്ചിരിക്കുന്ന ഒരു പയ്യൻ, ചിലപ്പോൾ കണ്ടു കാണാം സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇവനാണ് ഒരു ആന പുറത്തിരുന്ന് പോണേൻ്റെ ഒരു റീൽ ഇട്ടിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എന്തായാലും ഇവന് ഇത് ഉറപ്പാണെന്ന് പറഞ്ഞ് കമന്റ് കയറി നോക്കിയപ്പോഴത്തേക്കും സാധാരണ ആന താഴെയാണല്ലോ പിണ്ടിടുന്നത്, ഇതെന്താ മേളിലിട്ടേക്കണേ. ഇവന്മാരിത് എന്തോരം സൈബർ ബുള്ളിങ് ആണ് ചെയ്യണേന്ന് ആലോചിക്കണേ. അല്ല ഇതിപ്പോ എനിക്കാണെങ്കിലും ഇപ്പൊ എന്നെ കളിയാക്കിയിട്ടുള്ളതാണെങ്കിലും ഞാൻ ഈ കമന്റ് ഒക്കെ ഇരുന്ന് വായിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചിരിക്കും, അതിലെ ഹ്യൂമർ എൻജോയ് ചെയ്യും. പിന്നെ അത് ഒഫൻഡഡ് ആവും. അങ്ങനെ പറഞ്ഞ അവൻ എന്ന് പറയുന്നത് ബേസിക്കലി ആ ഹ്യൂമർ ഭയങ്കര അടിപൊളിയാണ്. ഹെയ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഫൺ സ്ഥലമാണ്. ഹാംലെസ് ആയിട്ടുള്ള നല്ല ഹ്യൂമർ, ഒരുപാട് ഹ്യൂമർ ഉണ്ട്. ഇൻഡിവിജ്വൽ അല്ല, ഇത് ക്യാമ്പയിൻ ചെയ്യും ഹെയ്റ്റിന്. അങ്ങനെ ഹെയ്റ്റ് ക്യാമ്പയിൻ വല്ലതും വന്നിട്ടുണ്ടോ ടോയ് ബ്രോയ്ക്ക്? നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ക്യാമ്പയിനാണോ വല്ലയൊന്നും. ശരിക്കും ആൾക്കാർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ പറഞ്ഞിട്ടാണോ ചെയ്യണമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കയറിയ യൂണിവേഴ്സ് ഏതാണെന്ന് അറിയാവോ? യൂണിവേഴ്സ്. അവര് പിരിച്ചുവിട്ടോ? സീരിയസ്ലി പ്രഷർ താങ്ങാൻ പറ്റില്ല. യുവാക്കളുടെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് കൂടുന്നു. ഷേക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നെഞ്ചുവേദന വരും. അങ്ങനെ യൂണിവേഴ്സ് പിരിച്ചുവിട്ടു. സീരിയസ്ലി എവിടെയെങ്കിലും ഒരു ഷെയ്ക്കാൻ്റെ അബദ്ധവശാക്കാനും മിസ് ചെയ്യാ, നിങ്ങൾ യൂണിവേഴ്സിറ്റി അവരുടെ കൂടെ വെൽക്കം ടു ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ കയറ്റി വിടുകയാണ്. പക്ഷെ അതൊരു 1.5 പോക്ക് തന്നെ പോയി. അത് ഫൺ സൈഡാണ്. അതിൽ ഒഫൻഡഡ് ആവുന്ന ഷെയ്ക്കിന്റെ തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഫൻഡഡ്. സീരിയസ് ഇഷ്യൂ ആണ്. മറ്റേ ആംഗിൾ ആലോചിച്ച് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആവും. ഷെയ്ക്കാൻ്റെ കൊടുത്തില്ല കൊടുത്തില്ല. ഇടയ്ക്ക് വെച്ച് അതൊരു മിനിസ്റ്റർക്ക് ഷെയ്ക്കാൻ്റെ ഇട്ടാതായപ്പോ പുള്ളി ഇങ്ങനെ ആരായിരുന്നു ഞാനാ രക്ഷിച്ച ശിവൻകുട്ടി സാറായിരുന്നു. ഇങ്ങനെ നിന്ന് ആസിഫ് ഇപ്പുറത്തിരിക്കണം, പുള്ളി ഇപ്പുറത്തിരിക്കണം. അപ്പൊ പുള്ളി കൈ കാണിച്ചപ്പോ ഞാൻ ആസിഫിനെ വിളിച്ച് കാണിച്ചത് കൈ. എന്നിട്ട് പുള്ളി അത് പോസ്റ്റും ചെയ്തു യൂണിവേഴ്സിൽ കയറി. അതിന് ഞാൻ ഇത് കമന്റ് ഇട്ടു, തക്ക സമയത്ത് ഞാൻ വന്നിട്ട് കാണായിരുന്നു.
മിനിസ്ട്രി ലെവലിൽ വരെ മിനിസ്ട്രി ലെവലിൽ വരെ ഭയങ്കര ട്രെൻഡായി പോയ സാധനങ്ങളാണ് ഈ ഇവിടെ മാത്രമല്ലടാ, നമ്മുടെ പിടി ഡൽഹിയിലും ട്രിവാണത്തൊക്കെ പിടിയിടും. ഞാൻ നോക്കുമ്പോ അക്ഷയ് കുമാർ ലാലേട്ടനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഷെയ്ക്കിന്റെ കിടക്കുമ്പോ പുള്ളി ഇങ്ങനെ നിൽക്കാൻ ലാലേട്ടൻ കണ്ടില്ല, അത് ഇപ്പുറത്ത് കിടക്കുന്നത് കമന്റ് ഒന്നാണോ ഉറപ്പല്ലേ. അക്ഷയ് കുമാർ യൂണിവേഴ്സിൽ കയറിയിരിക്കുന്ന സുഹൃത്തുക്കളെ, അക്ഷയ് കുമാറിനെ അറിഞ്ഞു പോലും കാണൂല കേട്ടോ ഇതെന്ത് യൂണിവേഴ്സ് ആണെന്ന്. നമ്മൾ ഷൂട്ട് നടക്കുന്ന സമയത്ത് ആണ് ബേസിൽ ഏതോ യൂണിവേഴ്സിൽ ശരിക്കും കയറിയിട്ട് നമ്മള് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയത്താണ്. ആ സമയത്തല്ല അവനെ ഷെയ്ക്കിന്റെ കിട്ടാതെ പോയത്. ആ കറക്റ്റ്, ആ യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയാ. ശരിയാ ശരിയാ. സമയത്താണ് അത്. പൂജ സമയത്ത് അതെന്താ പറയാ, പൂജക്ക് ഞാൻ പ്രൊഡ്യൂസറായിട്ട് ഇവിടെ നിൽക്കാനുള്ളൂ. അപ്പൊ ഈ സാധനം ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഒന്നുമില്ല, നമുക്ക് ഇതിൽ വിശ്വാസമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ കൊണ്ട് എല്ലാവരും ചെയ്യണാരോട് നമ്മളത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ അപ്പനായിരുന്നു. അപ്പൻ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കൈ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അപ്പൻ ചെയ്ത് കഴിഞ്ഞ് കൈ ഇങ്ങനെ താഴ്ത്തിക്ക് വരുന്നിട്ട് വേണം എനിക്ക് എടുക്കാൻ. ഞാൻ എടുത്തപ്പോഴത്തേക്ക് സാധനം പോയി. അപ്പൊ കറക്റ്റ് ഫ്രണ്ടില് ബേസിൽ ഇതേ പോയി പറഞ്ഞു പോയി. അങ്ങനെ ഉണ്ടായ സംഭവം. പക്ഷെ അത് പറഞ്ഞാൽ അത് നമ്മളുടെ ഇടയിലുള്ള അങ്ങനത്തെ ഒരു ഫൺ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്, അതെല്ലാവരും നമ്മളെയും ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അവർക്കും അത് ഒരാൾക്ക് ഷെയ്ക്കിൻ്റെ കിട്ടിയില്ലെങ്കിലോ ഞാൻ യൂണിവേഴ്സിറ്റി കയറി പറയും, അത് ഭയങ്കര രസമാണ്. എനിക്ക് ഇവരുടെ കെമിസ്ട്രി കാണുമ്പോൾ നമ്മുടെ റോക്കില്ലേ, ദ റോക്കും കെവിൻ ഹാർട്ടും രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം കോനയടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴാണ് എനിക്ക് അത് കണക്ക് തോന്നും കേട്ടോ ചില സമയത്ത്. കെവിൻ ഹാർട്ട് ഇടയ്ക്കിടയ്ക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളാ, അതിന്റെ ആ ബന്ധത്തിന്റെ ആഴമാണ് അത് കാണിക്കുന്നത്. നിങ്ങൾ എവിടെന്നാ ശരിക്കും പരിചയപ്പെടുന്നത്? മിന്നൽ മുരളി ആണോ ശരിക്കും? അല്ലല്ല, ഗോദയുടെ കഥ പറയാൻ വരുമ്പോഴാണ് ഞങ്ങളുടെ ഒരു സൗഹൃദം തുടങ്ങുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞാനിങ്ങനെ ചേട്ടൻ്റെ കൂടെ അഭ്യർത്ഥിയായിട്ട് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത്, ആദ്യം അഭ്യർത്ഥിയായിട്ട് താമസിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ പ്രിയമത കാതരയാണോ അപ്പോഴേ ഞാൻ ആലോചിക്കട്ടെ കൊള്ളാലോ ഏതായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഹോംലി മീൽസ് ഒക്കെ ഇറങ്ങിയപ്പോ നമുക്ക് മനസ്സിലായി ഇത് മറ്റേ പ്രിയമത കാതരയാണത്തെ അവനാണല്ലോ ഇത് കൊള്ളാം. കുഞ്ഞിരാമൻ ഇറങ്ങിയിട്ടില്ലല്ലോ. ഓർമ്മയില്ല. അപ്പൊ കുഞ്ഞിരാമായണ സമയത്ത് ഞങ്ങൾക്ക് പരിചയമില്ല. പക്ഷെ കുഞ്ഞിരാമായണങ്ങളോട് അതിനകത്ത് കുറെ ഭയങ്കര ഫ്രഷ് വിറ്റുകളുണ്ടായിരുന്നു. അതായത് മുഹൂർത്തം നോക്കിയിട്ട് നമുക്ക് കല്യാണം ഇന്ന ദിവസം വെക്കാം എന്ന് പറയുമ്പോഴത്തേക്കും പെണ്ണിന്റെ അച്ഛൻ എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ല ഞായറാഴ്ചയാണ് ആള് കൂടും, അങ്ങനത്തെ വിറ്റുകളൊക്കെ ഭയങ്കര അപ്പൊ അങ്ങനത്തെ. അപ്പൊ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുള്ള കുഞ്ഞിരാമായണ ആ സമയത്ത് ബേസിൽ യൂണിവേഴ്സ് സൽസ. ഇത് കഴിഞ്ഞ് ഇവൻ എൻ്റെ അടുത്ത് കഥ പറയാം, ഒരു ബോസിന്റെ സ്പീക്കറുമായിട്ട്. അപ്പോഴും ഞാൻ എൻ്റെ ചേട്ടന്റെ പുതിയ ഫ്ലാറ്റിൽ അഭയാർത്ഥി 2. അപ്പൊ ഇവൻ ഈ ഇതുമായിട്ട് ഒരു ബോസിന്റെ സ്പീക്കറുമായിട്ട് വന്നിട്ടാണ് കഥ പറയണത്. ഓരോ സീനും പറയുന്നതിന് മുമ്പ് അതിനകത്ത് പാട്ട് വെക്കും. അപ്പൊ ആ സീനിന്റെ മൂഡ് സെറ്റ് ചെയ്യുന്ന പാട്ട് വെച്ചിട്ട് ഇപ്പം ഷൂട്ട് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഷൂട്ട് ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ ഉണ്ടാവും. അപ്പം അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഥ. അങ്ങനെ പിന്നെ ഞങ്ങളിടയ്ക്ക് ഇത് ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് ഇരുന്ന് അങ്ങനെ തുടങ്ങിയൊരു സൗഹൃദമാണ്. ഗോദ ഒരു പോയിന്റിൽ കോൾ ഓഫ് ചെയ്യപ്പെടും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഷൂട്ടറിനേക്കാളും തൊട്ട് മുമ്പ്. ചില കൺഫ്യൂഷൻസ് കാരണമുണ്ട്. അപ്പോൾ ബേസിലിൻ്റെ അടുത്ത് വെച്ച് നിനക്ക് വിശ്വാസം ഉണ്ടാവും നീ കൂടെ നോക്കുമെന്ന് വെച്ചാൽ. അപ്പോൾ എനിക്കെന്താ ഞാൻ കൂടെ നോക്കും. അപ്പം അതിനകത്ത് വേറെ ചില മാറ്റങ്ങളൊക്കെ അതിനകത്ത് ചിലർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മാറ്റേണ്ട കാര്യമില്ല, ഞാൻ കഥ കേട്ട് ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ വേർഷനാണ്, അത് എനിക്ക് ഇൻ ഫേവറായിട്ട് മാറ്റാം എന്നുള്ളൊരു ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് വേണ്ട, എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവസാനം ഈ പറഞ്ഞ പോലെ നമ്മൾ ഷൂട്ട് തുടങ്ങി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനും ബേസിലും തമ്മിൽ സിങ്ക് ആവുന്ന എവിടെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ചളി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഈ നമ്മള് മറ്റേ കസ്കസിട്ട സോഡാനാരങ്ങനുള്ള എന്ന് പറഞ്ഞ് അത് മറ്റേ ഓലപ്പുരക്ക് സീരിയലിട്ടിട്ട പോലെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തീരുമ്പോഴത്തേക്ക് ഇവന്റെ തലയിൽ ആ വിഷ്വല് വരുന്നു. അങ്ങനത്തെ ഒരു അത് ചളി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുക എന്ന് പറയുന്നത് അത് സൗഹൃദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് തോന്നുന്നത്. നല്ല റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനം ചളിയാണ് വേണമെങ്കിൽ
വിമർശിക്കാം. സത്യമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും നമ്മൾ ഒരു കാരണവശാലും ഒരിടത്തും പറയാത്ത ആക്രി കോമഡികൾ പറയണത്. അവിടെ ചിരി വീഴാം അല്ലെങ്കിൽ താറ്റ് വീഴാം, പക്ഷെ നമ്മളവിടെ ഫ്രീഡം ആയിട്ട് പറയാം. അപ്പൊ ആ ഒരു വൈബ് എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര. ഇപ്പൊ ഞാനും നമ്മൾ ഇടയ്ക്ക് ഫോണൊക്കെ വിളിച്ചാണ്ടല്ലോ, ബാക്കിയുള്ള എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇപ്പൊ അവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുമല്ലോ, അപ്പൊ അവൻ എന്തെങ്കിലും പറയും, തിരിച്ച് ഞാൻ എന്തെങ്കിലും പറയും. ഇങ്ങനെ പറഞ്ഞു ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത, ഒരു ഗുണമില്ലാതെ നമുക്ക് കുറെ നേരം സംസാരിച്ചിരുന്നാലും ബോറടിക്കാത്ത, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതെന്ന് വെച്ചാൽ പറയുന്നതിൽ കൂടുതൽ ഇതുപോലത്തെ ഈ സീരിയൽ ലൈറ്റ് പോലത്തെ അങ്ങനത്തെ വിഷ്വൽ കോമഡികളായിരിക്കും. ഞങ്ങളുടെ വിഷ്വൽ കോമഡികളിൽ ചിലപ്പോൾ വിഷ്വൽ സെൻസ് ചിലപ്പോൾ സിമിലർ ആയിരിക്കാം. അവൻ പറയണത് എനിക്കും മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയുന്നത് അവനും മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവുന്നുള്ള രീതിയിൽ അങ്ങ് പോകും.